ഹലോ, ഇന്നത്തെ ഈവനിങ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചായ കുടി കഴിഞ്ഞിട്ട് അങ്ങനെ മെല്ലെ ഫ്രൂട്ട്സ് തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നത് കണ്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് ഫ്രണ്ടിലെ വഴിയാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് സ്ഥലമുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു ഡ്രാഗൺ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ അരിനെല്ലിക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. അരിനെല്ലിക്കയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെണ്ടയുണ്ട്. അതിന് തൊട്ട് ബുഷ് ഓറഞ്ചാണ് കേട്ടോ. ചെറിയ ചെറിയ ഓറഞ്ചാണ് കേട്ടോ ഇതിൽ കായ്ക്കുന്നത്. കുറേ ഒത്തിരി പൂവുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്, അതൊക്കെ കൊഴിഞ്ഞു പോയതാ തോന്നുന്നു. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാവുന്നത് റോസാണ് കേട്ടോ. ഒരു ചെടിയിൽ ഒരു കൊമ്പിൽ ഒത്തിരി റോസ് മൊട്ടുകൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയാം. അങ്ങനെ നമ്മളതിൽ നിറയെ റോസ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറേ വിരിഞ്ഞു പോയതാണ്. ഇനി ഞാൻ ഒരു കൊമ്പിലെ റോസ് മൊട്ടുകൾ കാണിച്ചു തരാവേ. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാൻ തന്നെ. നോക്കിയോ, ഒത്തിരി റോസ് കണ്ടോ. ഇതൊക്കെ വിരിഞ്ഞ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണുന്നതിന്. ഒരുമിച്ച് വിരിയുന്നത് കാണാൻ നല്ല ഭംഗി. പക്ഷേ ഒരുമിച്ച് വിരിയില്ലല്ലോ, ഓരോന്നായിട്ടല്ലേ വിരിയുള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് പട്ടയുടെ മരം. പട്ട കേട്ടോ. പട്ടയുടെ മരം ഉള്ളത്. അടുത്തത് വന്നിട്ട് ഇത് ലൂബിക്കയാണ് കേട്ടോ. അത് ഒരുപാട് ലൂബിക്ക കായ്ച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വലിപ്പമാവുന്നതിനുള്ളിൽ പഴുക്കുന്നതിന് മുന്നേ തന്നെ അത് കൊഴിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല. പിന്നെ വന്നിട്ട് ഇതിനൊരു കൊക്കോ മരം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇടുക്കിലൊരു കൊക്കോ ചെടി ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഈ അയർക്കുന്നതിൻ്റെ ഇടയിൽ അത് വെട്ടിവിട്ടു കേട്ടോ. അത് നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല, അവരുടെ ശ്രദ്ധയും പെട്ടില്ല. പിന്നെ ഇത് മൾബറിയാണ് കേട്ടോ. ഇത് ആ കൊമ്പിൻ്റെ അറ്റങ്ങളിലൊക്കെയാണ് മൾബറി നിൽക്കുന്നത് കണ്ടോ. നല്ല രസമാണ്. മൾബറി ഒത്തിരി കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് സ്റ്റാർ ഫ്രൂട്ടാണ്. എല്ലാത്തിലും പൂവും കായുമായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്ക് ഈ ഫ്രൂട്ട്സ് തോട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖവും ഒരു സന്തോഷമാണ്. കാരണം ഇതൊക്കെ കാച്ചും പൂത്തും നിൽക്കുന്നത് കാണാൻ, പച്ചപ്പ് നിറഞ്ഞത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമുണ്ട് കേട്ടോ. കാരണം ഇന്ന് മഴയത്ത് ഇത് വന്നിട്ട് ഊതുമരമാണ് കേട്ടോ. ഊതുമരം കാണാത്തവരൊന്നും കണ്ടോളൂ. ഇത് വന്നിട്ട് നമ്മുടെ അബിയു മരമാണ്. അബിയൂൽ കായൊക്കെ കാച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പൂത്തിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം മഴ ഒരുപാടായിട്ടാണ് തോന്നുന്നു, കുറേ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഏകദേശമൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. ഇത് ബനാന സർപ്പോട്ടയാണ് കേട്ടോ. നല്ല നീളം വരുന്നൊക്കെ പറയുന്നുണ്ട്. ബനാന പോലെ നീണ്ടിട്ടാണ് സർപ്പോട്ട നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. നമുക്ക് ആദ്യമേ കാച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് മങ്കോട്ട ദേവയാണ്. മങ്കോട്ട ദേവ പറഞ്ഞാൽ ഷുഗറിനൊക്കെ ഈ കായിനെ ഉണക്കിയിട്ട് വെള്ളം വെച്ച് കുടിച്ചാൽ ഷുഗർ കമ്മിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ സാധാരണ നാരങ്ങ തൈയാണ് കേട്ടോ. ഇത് വന്നിട്ട് സാധാ സർപ്പോട്ട, അധികം നീളം വെക്കാത്ത നമ്മുടെ സാധാ സർപ്പോട്ട ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു മുള്ളുള്ള ചക്കയാണ്. എന്ത് ചക്കയാണെന്നുള്ള പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതും കാച്ചിട്ടൊക്കെയുണ്ട്. ഇതും കാച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് വയലറ്റ് കളർ പേരയുണ്ട്. പിന്നെ ഇത് വന്നിട്ട് തിപ്പിലിയാണെന്നാണ് പറയുന്നത്. എനിക്ക് തിപ്പിലിയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. തിപ്പിലിയാണെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് വന്നിട്ട് എന്ത് ചെടിയാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ ഇതിൽ കായ് കായ്ച്ചിട്ടില്ല. ഇത് വന്നിട്ട് മുന്തിരിപ്പേര കേട്ടോ. ഇതാണ് മുന്തിരിപ്പേര തോന്നുന്നു. ഒത്തിരി ചെറിയ ചെറിയ പേരക്കയാണ് കേട്ടോ. ഇത് മാങ്കോസ്റ്റിൻ, നമ്മളുടെ സ്വന്തം മാങ്കോസ്റ്റിൻ. ആയിട്ടില്ല, പൊന്തണുള്ളൂ. അടുത്തത് അപ്പുറത്ത് ഗ്രാമ്പൂര് ചെടിയുണ്ട്. ഇത് നമുക്കറിയാലോ, ഇരുമ്പാമ്പുളി. നമ്മുടെ നാട്ടിൽ ഇരുമ്പാമ്പുളി എന്ന് പറയും. ഇത് മലേഷ്യൻ ചാമ്പ. ഇത് നമ്മുടെ റംബൂട്ടാൻ. ഇത് അത്തി. ഇത് നമ്മുടെ പ്ലാവ്. ഇത് നമ്മുടെ കിലോ പേര എന്ന് പറഞ്ഞ ഇത് വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷേ കിലോ പേരയൊന്നും ആവുന്നില്ല. എന്നാലും ഒരുവിധം ആവുമ്പോഴേക്കും നമ്മൾ പറിച്ചങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇതേ തൂക്കത്തിലാവും. പക്ഷേ വെള്ള കളറാവും. ഒരുപാട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കേട് വന്ന് പോകും. അപ്പോൾ ഞങ്ങൾ അധികം പഴുക്കാതെ തന്നെ ഞങ്ങൾ വലിച്ച് കഴിക്കാറുള്ളത് പതിവ്. ഇപ്പം അതിന് തൊട്ട് തന്നെ ഞാവൽപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ അത് കാണുന്നത്. കുരുവില്ലാത്ത ഞാവൽപ്പഴം. ഇത് ജാതിക്കയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ചെറുനാരങ്ങ ചെടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു ജാതിക്ക കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. കുറച്ച് ദിവസം തന്നെ ആയിട്ടുള്ളൂ ഇതൊക്കെ വെച്ചിട്ട്. ഇത് പേരക്കായി. വീണ്ടും ഒരു പേരക്ക ചെടി കൂടി വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വിയറ്റ്നാം എർലി പ്ലാവാണ്. പിന്നെ മാവും തൈകൾ, ഒത്തിരി മാവും തൈ. ഇത് ചെറുനാരങ്ങ ചെടിയാണ്. പിന്നെ മാവും തൈകൾ വെച്ചിട്ടുണ്ട്. ഇത് കുളമ്പ് മാവ്, വാഴ, നേന്ത്രവാഴ, അതുപോലെ തന്നെ പൂവൻ വാഴ. ഇത് കിളിച്ചുണ്ട മാവ്. പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് ഒത്തിരി വാഴയും പ്ലാവൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനിയും തെങ്ങും ഇനിയും വെക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്